ഇത് കണ്ടോ? നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ? ഇനി ഇത് എങ്ങനെ ഒന്ന് വൃത്തിയാക്കാം? ഇത് ഞാൻ വൃത്തിയാക്കും. ഞാൻ വൃത്തിയാക്കും. കെട്ടികളുടെ കൂടുതൽ അടുക്കളപ്പണിയെ കഴിഞ്ഞാ? ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ? നീ തന്നെ വന്ന് വൃത്തിയാക്ക്. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തോ പറയൂല. വെറുതെ തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ, ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാഘോഷയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്രയൊന്നും വരത്തില്ലല്ലോ അല്ലേ? ആഹാ, ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? നിങ്ങൾ പോ. ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങോട്ട് ഓ, ഞാൻ നോക്കിക്കോളാം. ഇതൊരു മനുഷ്യനാണ്. വേറെ പണിയുണ്ട്. ഹലോ, ഐഡി ഫിക്സ് വിലാസെന്നാ. രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി? പെട്ടെന്ന് വേണമായിരുന്നു. ഓക്കെ. ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആൾ വരും. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാൽ മതി. നീ വേഗം പോട്ട് റെഡിയാ, രാവിലെ മീറ്റിങ്ങുകളല്ലേ. ഓഹോ, അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. അല്ല ജെറി, ഞാൻ ഞാൻ വൃത്തിയാക്കോളാം. ഇത് പ്രശ്നമില്ല. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കോളന്നേ. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ, കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ടത് കഷ്ടമുള്ളൂ. നമസ്കാരം. ഓയ്, ഒന്ന് നിന്നേ. നിങ്ങൾ ഭാര്യമാര് തമ്മിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് വാ. ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയി വരാൻ വലിയ പാടായിരിക്കും. അപ്പൊ ഈ നാവ് കാരണം പല്ലിനാണല്ലോ സാറേ കിടക്ക പ്രതിയോട്. അയ്യോ, വയസ്സായ കാലത്ത് ചാവാ. അച്ചായനൊക്കെ എന്തൊരു സാമൂഹ്യ ദ്രോഹിയാടാ. നമ്മൾ വെറുതെ സംസാരിച്ചോണ്ടിരുന്ന അയാളൊന്ന് പെട്ടെന്ന് വഴക്കാക്കി മാറ്റി. പ്രിയയുടെ വളവളന്നുള്ള സംസാരം കേട്ടാ ആർക്കും വഴക്കാണെന്നേ തോന്നുള്ളൂ. ഞാൻ പ്രിയെ കുറ്റം പറയില്ല. പ്രിയെ പോലെ ഇത്രയും വൃത്തിയൊക്കെ നോക്കുന്ന ഒരാളിന് ഇത്രയും ചപ്പും ചവറ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യൂടാ. ഏട്ടാ സാർ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ സാർ. ഈ ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡാണ് മാഡം. ആണല്ലേ? എന്നാ ഇത് മതി, അത് വേണ്ട. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഷെഡ്യൂളിനെ കുറിച്ച്. ഈ പ്രണയ നിമിഷങ്ങളിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം. ശരിയാണ് സാർ. ഇപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും അവർക്കൊക്കെ എന്നോട് പ്രണയം തോന്നും. എന്നിട്ട് ആ പ്രേമൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതൊന്നും പരിപാടി നടക്കൊന്നുമില്ല. നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലേ. ഹലോ, ഒരു ഹലോ. എടി, ഞാൻ മീറ്റിംഗില്ല. കാര്യം പറ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പറ നീ. വീട്ടിൽ വന്നിട്ട് പറയാം. ഓക്കെ. ഒരു സർപ്രൈസാ. ഓക്കെ. ഈ തലയിലൊക്കെ നേര. അതെ, വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോണം. എന്തു പറ്റി? പ്രശ്നമൊന്നുമില്ല. എന്താ ഗുഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞത്. സർപ്രൈസ് ആണ്. വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു. സർപ്രൈസ്, ഗുഡ് ന്യൂസ്, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം. അപ്പോ എന്തായിരിക്കും? വേറെ നല്ല ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അവനൊരു കൊച്ചുണ്ടാവാൻ പോവാന്ന്. ആണോ? എന്തേ, വല്ല ഡൗട്ട് ഉണ്ടോ? കൺഗ്രാറ്റ്സ്. പെട്ടെന്നല്ലേ ഞാൻ പറയണോ? അല്ലല്ല, ഇവിടെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇയാളോട് ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം. ശരി. ജെറി, ചെലവ് വേണേ. ആദ്യം വരവുണ്ടാവട്ടെ, എന്നിട്ടല്ലേ ചെലവ്, അല്ലേ? പെട്ടെന്ന് ആയിക്കോ, താമസിക്കണ്ട. സാറിന് കല്യാണം കണ്ട എത്ര വർഷമായി? കഷ്ടം. ഇവിടെ ഇപ്പം എന്തിനാ മീറ്റിംഗ് കിടക്കണേ? പൊടിയുണ്ട് ഇവിടെ ഒക്കെ അല്ലേ, തുടക്കണം. അങ്ങനെയാണോ? ഹലോ, നമസ്തേ. നിറഞ്ഞ മനസ്സോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചേടാ, അളിയനും ഭാര്യയൊക്കെ ആദ്യമായിട്ട് വരുമല്ലോ. ഒരു ഓളോ ഉത്സവമൊക്കെ വേണ്ടേ? അല്ലയോടി? പിന്നല്ലയോ. അന്ന് നിങ്ങളുടെ ആ ഒളിച്ചോട്ടേ. അതിനുശേഷം ഇന്ന് ഇച്ചായനെ ഈ ഒരു മൂടി കാണുന്നേ. പറഞ്ഞില്ലായിരുന്നു, എപ്പോഴും ടെൻഷനായിരുന്നു.
എല്ലാരോടും ചുമ്മാ അങ്ങ് ഷൗട്ടിങ്ങാ. മൊത്തത്തിൽ ആളങ്ങ് ഡള്ളായി. BP ഷൂട്ട് ചെയ്ത് ഹോസ്പിറ്റലിലും കടന്നു ഒരു ദിവസം. ആണോ? നീ വെറുതെ അവരുടെ BP കൂടെ കൂട്ടാതെ. നിന്റെ കൊളീഗ് ഇപ്പൊ ട്രാൻസ്ഫർ ആയി എബിയില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, വില്ല വാങ്ങിയതും നന്നായിട്ട് സെറ്റിലായതും ആകെ അങ്ങ് സന്തോഷമായി. ഇനി ഒരു സത്യം പറയാം, ആ കെട്ട നാറി പന്ന പെരട്ട കച്ചട താടിക്കാരൻ, സോറി മോളെ, അവന്റെ കയ്യിലാണ് ഞാൻ ഇവിടെ പിടിച്ചു കൊടുത്തതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്റെ അളിയനാണെന്ന് പറഞ്ഞ് ആ എച്ചി കണക്ക് പറയുന്നവനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അയ്യേ, ഇത്രയൊക്കെ സുതിച്ചിട്ടും കല്ലുപോലെ നിൽക്കുന്ന കണ്ടില്ലേ? വാ തുറന്ന് എന്തെങ്കിലും പറയണിയാ. എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ മുംബൈയിലാ. ഇവളുടെ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും. ഞങ്ങളാകെ ഒരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയൂണിയൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇതിപ്പോ ജെറി പറഞ്ഞതുപോലെ റീയൂണിയൻ ദിവസമാണ്. നമ്മൾ വീട് വരെ ഒന്ന് പോകുന്നു, അമ്മച്ചി ഒന്ന് കാണുന്നു, തിരിച്ചു വരുന്നു. അയ്യോ അല്ല, മാധവും ഇവളെല്ലാം പറഞ്ഞു വേഗം തിരിച്ചു വരാന്നേ. അവിടെ എല്ലാരും കാത്തിരിക്കുക. ജെറി, ഞാൻ വന്നിട്ടോ. പ്രിയ, നീ റെഡിയായോ? ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, അന്നയ്ക്കൊരു ചുരിദാർ, ജെറിക്കൊരു ഷർട്ട്. അന്ന നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തേ? എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ ഇത് പോയി ചോദിക്കാനും നിൽക്കണ്ട കേട്ടോ. ചിലപ്പോ എല്ലാവരുടെയും മുമ്പ് വെച്ച് അങ്ങനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചുമ്മാതല്ല, അത് വലിച്ചിട്ടാ. ഒന്ന് പോയേ, വിട്ടേ, സമയമില്ല, പോ. സമയമില്ല അല്ലേ? അന്ന, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഞാനാണ് വിളിച്ചു നോക്കട്ടെ. ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എങ്കിൽ നമ്മളോട് പറയില്ലേ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അബുവിനെ വിളിച്ച് ചോദിക്കാം. ഹലോ. അബു, പാർട്ടിയൊക്കെ എന്തായി ഭായി? ജെറി നിന്നെ വിളിച്ചോ? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ? വിളിച്ചിട്ടില്ല അബുവിനെ. ഹലോ ഹലോ, ഇപ്പോൾ ഡയൽ ടോൺ സബ്സ്ക്രൈബ് ചെയ്യാം. 15 ദിവസത്തേക്ക് വെറും 20 രൂപയ്ക്ക്. ശരിയാണ്.
സ്പീക്കറിലിട്. ഹലോ എവിടെയാടാ മനുഷ്യൻ വെറുതെ ടെൻഷൻ അടിച്ചാകെ? ജെറി ഹോസ്പിറ്റലാണോ? അവക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ജെറി? എടാ ഞാനിവിടെ അന്നയുടെ വീട്ടിലാ. പാട്ട് നടക്കും ഇവിടെ. ജെറി ഇവിടെ പതിനഞ്ച് മതി, മിനിറ്റ് വാ, ഞാൻ വിളിക്കാം. വാ. മതി സംസാരിച്ച. ഏയ് പ്രിയ, ഒരു ഗിഫ്റ്റ്. ഏയ് അതിനെ നശിപ്പിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തല്ലേ, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വേണ്ട, ഇനി അവിടെ ചെല്ലുമ്പോ റെസ്റ്റോറന്റും ഉണ്ടാവില്ല, വല്ല ബന്ധു വീട്ടിലും പോയി കാണും. ഏയ് പ്രിയ, ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തീർന്നപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവരീ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര് ഈ കൊമ്പ്. എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ. എന്താ ആലോചിക്കാൻ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആ ആ. അവിടെ കിടന്നടിക്കട്ടെ, തുറക്കണ്ട. ശരി മാധവോ, ഓ ഞങ്ങളാ. അതുകൊണ്ട് എന്താണ് ഇവിടെ വിളിച്ചു എനക്കില്ലാതെ? പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ കിടന്നു. ഏതായാലും രണ്ടുപേരോടും ഞാൻ വലിയൊരു സോറി പറയാൻ. ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം. ഞങ്ങളാ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. വി ആർ റിയലി സോറി. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് ടയർഡാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടു. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾക്കും ധൃതിയുണ്ട്. നിങ്ങൾ 4 പേരും കൂടെ പ്ലാൻ ചെയ്ത ഔട്ടിങ് നാളെ നമ്മൾ 6 പേരൂടെ നടക്കും. അയ്യോ, നാളെ പറ്റില്ല. നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ മറ്റന്നാ പ്ലീസ് ചെയ്യാം. നാളെ നമ്മുടെ പാർട്ടിയാ, നിങ്ങൾ ഒന്നും പറയണം. അല്ല, നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അയ്യോ, നാളെ പ്ലീസ്, ഞങ്ങളുടെ റിക്വസ്റ്റ്. ആ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ശുദ്ധമായ മുന്തിരി ഉണ്ടാക്കിയതാ. അളിയനൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം മാധവൻ. ഹേയ്, ഇതൊന്നും ഇവിടെ ശീലമില്ല, വെറുതെ പോലും വീട്ടിൽ വെക്കാറില്ല. സോറി. ഞാൻ പ്രിയയുടെ ഭാഗത്ത്. ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നോ അത്രയും നല്ലത്. പക്ഷെ എനിക്കൊന്നും ഇത് വേണം. ഇതിപ്പം ഉപയോഗിക്കണ്ട, ഒരു ഗിഫ്റ്റ് അല്ലേ? വില കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. അതാണ് നല്ലത്. അല്ല, അതും നേരെ. ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇത് ഞാൻ അടിച്ചു തീർക്കണം. നമ്മളെ വല്ലാതെ കൊച്ചാക്കി. ഉറപ്പാ ഇച്ചാനും ടെസ്റ്റേച്ചിക്കും ഒക്കെ വല്ലാതായി കാണും. പ്രിയ സ്വന്തം സിസ്റ്ററിനെ പോലെയാണ്. മാധവൻ എന്ന് വെച്ചാൽ 2 ശരീരവും ഒരു മനസ്സുമാണെന്ന് പറഞ്ഞ് ശ്വാസം വിട്ടില്ല. അപ്പോഴത്തേക്കും അല്ല, നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു തന്നെ. എന്തിന്? ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചേ. ഇച്ചാനാണെങ്കിൽ സോറിയും പറഞ്ഞു. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ല. ഉപയോഗിക്കാത്ത ഒരാള്. അത് പോട്ടെ, വിട്ടേക്ക്. വെറുതെ ആവശ്യമില്ലാതെ. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പിന്നെ എന്തുവായിരുന്നു ഇന്ന് രാവിലത്തെ ആവശ്യം? 2 പ്ലാവല അങ്ങോട്ട് വീണെന്നും പറഞ്ഞോണ്ട് ഒരുമാതിരി. നമ്മൾ റിയാക്ട് ചെയ്ത് കുറച്ച് കൂടിപ്പോയി. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഫാമിലി റിയൂണിയൻ ആയിരുന്നില്ലേ? സാരമില്ല, നാളെ ഈവനിങ് നമുക്ക് പോകുമ്പോ കോമൺ സെറ്റ് ചെയ്യാം.
പിന്നെ ചെന്നാൽ ഉടനെ ഇൻവിറ്റേഷൻ അയക്കും. പെട്ടെന്ന് തന്നെ 4 പേരും വിസ അടിപ്പിച്ചോണം. അമേരിക്കയിൽ 15 രാത്രിയും 14 പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ. അല്ലൂടി എന്താടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഫീല് വരുന്നില്ലല്ലോ? അല്ല, അമേരിക്ക കുറഞ്ഞു പോയോ? എന്നാ പറ, ആർട്ടിക്ക, അന്റാർട്ടിക്ക പറഞ്ഞോളൂ. അതെ, ഞാനൊരു വൈൻ ഓർഡർ ചെയ്യുക, കൂടുന്നവർക്ക് കൂടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ആരുടെ ഉപദേശം കേൾക്കത്തുമില്ല. ഇച്ചായ വേണ്ട, ഇച്ചായൻ ഒറ്റയ്ക്ക് വൈനൊക്കെ തന്നെ, പക്ഷെ ഇതില്ലാതെ ഇച്ചായന് പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്. കണ്ടോ, ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു കെയർ. വേണ്ട, എന്റെ പെങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചങ്ക് തകരുന്ന വേദനയോട് ഇന്നത്തേക്ക് ക്യാൻസൽ. എന്താ അന്ന, നമ്മളൊക്കെ അറിയുന്നവരല്ലേ, ഇച്ചായം കഴിച്ചോട്ടെ. ഇച്ചായങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കണ്ട. അളിയന് ഞാൻ ഒരു കമ്പനി കൊടുക്കാൻ പോവാ. ഒരു റെഡ് വൈൻ. എനിക്കൊരു വൈറ്റ് വൈൻ. കഴിക്കില്ല എന്നല്ല പ്രിയ പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ ഞങ്ങളെ പറ്റിക്കാൻ? അതുകൊണ്ടൊക്കെ ഇതിവിടെ വേണ്ടാന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. തോന്നുമ്പോ പറയാ, തോന്നുമ്പോ പിൻവലിക്കുക. ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണം എന്നാണോ? അതെ, ഇനി ഞാനൊരു ലോക തത്വം പറയാം. ഈ ഫുഡ് അധിക നേരം ഇരുന്നാൽ തണുത്തു പോകും. അതുകൊണ്ട് ഇതങ്ങോട്ട് കഴിക്കുക. സോ ജെറിയൻ മാധവ് സൈനിങ് ഓഫ് ഫ്രം ഹലോ നമസ്തേ. നാളെ നമുക്ക് വീണ്ടും ഹലോ നമസ്തേയിൽ കേൾക്കാം. എന്താടാ എന്തു പറ്റി? എന്തൊരു മിസ്സിംഗ് പോലെ? ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഷോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, വല്ലാതെ മെക്കാനിക്കലായിട്ട് അങ്ങ് ചെയ്ത പോലെ. ഏയ് അത് സാറിന് തോന്നിയതായിരിക്കും. ഒരു മിനിറ്റ്. ശരി. ഇന്നിനി എന്താണാവോ? അന്ന, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ പ്രിയ? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. അട്ടയും പുഴുവും ഛർദിക്കാൻ വരുന്നത്. ഏയ് പ്രിയ, അതിനിങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നോ ഈ പ്ലാവ്? ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞു തന്നെ ആയിരുന്നല്ലോ. ന്യായൊന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. എന്ത് പറയാ? എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ അങ്ങ് മുറിക്കേണ്ടതല്ലായിരുന്നു? അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ഇതിനൊരു സൊല്യൂഷൻ കാണും. എടാ നിനക്കറിയാവുന്നല്ലേ, ഞാൻ വിളിച്ചല്ലേ, ആളെ കിട്ടണ്ടേ? എടാ ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാട്? ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികളില്ലേ? എന്താ നിങ്ങൾ ഒരു ബംഗാളി വിളിച്ചോണ്ടോ? എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ച് പോകും. ഇവളായതുകൊണ്ട് ഇത്രയും ചെയ്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവാരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിന്ന് രാത്രി തന്നെ ആളെ വിളിക്കും, ഈ കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. ഉലകിൽ കാരണമില്ല പലവിധ കലഹം പതിവല്ലേ, ഒരുപാടടുപ്പമോടിരുന്നാൽ അതും ഒരു മടുപ്പായി തീരല്ലേ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്?
മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ വേണ്ട? ഒരു കോഫി വേണം. കോഫി. ചക്കപ്പഴത്തിന് മണമുണ്ടോ? ഒരു കോഫി തരാം. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല. കോഫി അല്ലേ? ആ. അപ്പൊ എനിക്കൊരു ചായ. ആ. എടാ ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാ പോരെ? ഇത്രയേ ഉള്ളൂ. മതി മതി. എന്താണ് ഭൈ? മാധവ് ഡാ, ഇച്ചായം വന്ന് വിളിച്ചു, ഞങ്ങൾ പോയി. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് ഇഷ്യൂ ആക്കി? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. എടാ പ്രിയ ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത്. അന്നേം ഡീൽ ചെയ്തത് വളരെ ഇമ്മച്ചോടായിട്ട് എനിക്ക് തോന്നിയത്. ഓഹോ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. ആ പ്ലാവ് ഞാനും മുറിച്ചേക്കാം, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. അതല്ല മാധവ് നല്ലത്. അത് മുറിക്കണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. തത്വമൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ. അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ പഠിക്കുള്ളൂ. ആ ആയിക്കോട്ടെ. ഏതായാലും രണ്ടല്ലേ പറ്റിയുള്ള തർക്കം വേണ്ട, അതങ്ങ് മുറിച്ചേക്കാം. ആ ദേ നിങ്ങൾ രണ്ടാളും ജയമോ സാറ് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. സർ. ആ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കാം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് വരും തേങ്ങപ്പഴം. ഞാൻ എന്റെ സ്പോൺസർ പറയാൻ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സർ ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി അവതരിപ്പിക്കാനല്ലേ പറഞ്ഞത്. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. മധുരം കട്ട സാറിന് ചക്കട മണമുണ്ടോ? എനിക്കും കിട്ടി. എനിക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല ചക്കക്ക്. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോയായ ഹലോ FM-ന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, RJ മാധവ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവിലെ നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിനോണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല മാധവ്. എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ.
എന്റെ പ്ലാവല്ല, അതിന്റെ കൊമ്പ് പോയിട്ടൊരു ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനല്ലേ കാണായിരുന്നു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? കിളവന്മാര്